ഉണ്ണി ഇൻഫോടെക്കിന്റെ പവർപോയിന്റ് പ്രസന്റേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പവർപോയിന്റിന്റെ ഫണ്ടമെന്റൽസിനെ കുറിച്ചിട്ടാണ്. അതായത് പവർപോയിന്റ് ഇന്റർഫേസ് എങ്ങനെ വരുന്നത്, അതിന്റെ ബാക്ക് സ്റ്റേജ് വ്യൂ എന്താണ്, അതിനകത്ത് വരുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണ് എന്നിവയെ കുറിച്ചിട്ടാണ്. ആദ്യം പവർപോയിന്റ് എങ്ങനെ ഓപ്പൺ ചെയ്യാൻ നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സെർച്ച് ബോക്സിനകത്ത് പവർപോയിന്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സിമ്പിൾ കാണാൻ കഴിയും. ഇതാണ് നമ്മുടെ പവർപോയിന്റ്. ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഈ കാണുന്നതാണ് ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇന്റർഫേസ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും ഒരു ബ്ലാങ്ക് പ്രസന്റേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലാങ്ക് പ്രസന്റേഷനിലോട്ടാണ് പോകുന്നത്. പിന്നെ വരുന്നത് മോർ തീംസ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന തീംസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള ഓൺലൈൻ ടെംപ്ലേറ്റ്സും തീംസ് ഒക്കെ ഇതിനകത്ത് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് പ്രസന്റേഷൻ, തീംസ്, എഡ്യൂക്കേഷൻ, ചാർട്ട്സ് പറഞ്ഞ പോലെ ഒത്തിരി ടെംപ്ലേറ്റ്സിനകത്ത് നമുക്ക് സെർച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏത് ടെംപ്ലേറ്റ് ആണ് അല്ലെങ്കിൽ തീമാണോ വേണ്ടത് അത് ജസ്റ്റ് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ വെറുതെ ബർത്ത്ഡേ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റർ കൊടുത്താൽ. അപ്പോൾ ബർത്ത്ഡേയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പവർപോയിന്റ് ടെംപ്ലേറ്റ്സ് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ക്രിയേറ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ഇവിടെ ഒരു പ്രസൻറ്റേഷൻ വരുന്നതായിരിക്കും. ഇത് വന്നിട്ട് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന ടെംപ്ലേറ്റ്സ് അല്ലെങ്കിൽ തീംസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ മന്ത്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഫർദർ ആയിട്ട് എഡിറ്റിംഗ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ ഡേറ്റ് മാറ്റി അല്ലെങ്കിൽ നോട്ട്സ് എന്തെങ്കിലും സെറ്റ് ചെയ്യുക എന്തെങ്കിലും വെച്ചാൽ നമുക്കിവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് പവർപോയിന്റ് പ്രസന്റേഷൻ ടെംപ്ലേറ്റ് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ടെംപ്ലേറ്റ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല, നമുക്ക് സ്ക്രാച്ചിൽ നിന്ന് തന്നെ തുടങ്ങണമെങ്കിൽ ബ്ലാങ്ക് പ്രസന്റേഷൻ എടുത്താൽ മതി. ഇപ്പോൾ ബ്ലാങ്ക് പ്രസന്റേഷൻ പറയുന്നത് ഇതാണ്. ഇതിന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഒന്നുണ്ടാവും. ഇപ്പോൾ ടെംപ്ലേറ്റ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കുറേ സ്ലൈഡ്സ് കണ്ടു. അപ്പോൾ ഇതിനകത്ത് അതൊന്നും കാണില്ല. നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ ഇതിനകത്ത് ചെയ്യണം. ഈ ഒരു ഇന്റർഫേസിനെ കുറിച്ച് പറയണമെങ്കിൽ നമുക്ക് മേലെ കാണുന്ന ഈ ഒരു സെക്ഷനെയാണ് നമ്മൾ ടൈറ്റിൽ ബാർ എന്ന് പറയാം. അതായത് ഇവിടെ മുതൽ ഈ ഒരു ക്ലോസിംഗ് ഭാഗം വരെ വരുന്ന ആ ഒരു പാർട്ടിന് നമ്മൾ ടൈറ്റിൽ ബാർ എന്ന് പറയും. പിന്നെ നമുക്ക് കുറച്ച് ടാബുകളാണ് കാണാൻ കഴിയുന്നത്. ഫയല്, ഹോം, ഇൻസേർട്ട്, ഡ്രോ, ഡിസൈൻ, വർഷൻട്ട് കുറേ ടാബുകളുണ്ട്. ഓരോ ടാബ് ക്ലിക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ കഴിയും. ഇതിന് നമ്മൾ പറയുന്നതാണ് റിബൺ എന്ന്. പിന്നെ വരുന്നതാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയ. ഇത് നമ്മൾ പ്രസന്റേഷൻ ചെയ്യുന്ന ഏരിയ. ഇത് നമ്മൾ സ്ലൈഡ് എന്നാണ് പറയാം. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒന്നിൽ കൂടുതൽ സ്ലൈഡ്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ പേജിനും നമ്മൾ സ്ലൈഡ് എന്നാണ് പവർപോയിന്റിൽ പറയാറുള്ളത്. പിന്നെ താഴെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഇതൊരു സ്റ്റാറ്റസ് ബാറാണ് താഴെ കാണുന്നത്. ഇതിനകത്ത് നമ്മൾ എത്ര സൂം ചെയ്ത് വെച്ചിട്ടുണ്ട്, ഏത് ലാംഗ്വേജാണ് യൂസ് ചെയ്യണത്, സ്ലൈഡ് എത്രാമത്തേലാണ് നിൽക്കുന്നത് എന്നൊക്കെ ഡീറ്റെയിൽസ് ഒക്കെയാണ് സ്റ്റാറ്റസ് ബാറിനകത്ത് നമുക്ക് കാണാൻ കഴിയാം. അപ്പം ഇതിൽ തന്നെ നമുക്ക് പല വ്യൂസുകളുണ്ട്. അപ്പം അതൊക്കെ എന്താണെന്ന് നമ്മൾ പിന്നീടുള്ള ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പം ഇത്രയാണ് നമ്മുടെ പവർപോയിന്റ് പ്രസന്റേഷൻ ഇന്റർഫേസിൽ വരുന്നത്. പിന്നെ ഇതിൽ വരുന്ന കുറച്ച് ഫീച്ചേഴ്സ് പറയുന്നത് ഒന്ന് ടെൽ മീ വാട്ട് യു വാണ്ട് ടു ഡു പറഞ്ഞ ഫീച്ചറാണ്. അതായത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്തെടുക്കണമെങ്കിൽ ഇതിൽ പോയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ഓപ്ഷൻ അവിടെ ലിസ്റ്റ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ ലിസ്റ്റ് ചെയ്തതിൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ വരുന്നതാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ക്വിക്ക് ആക്സസ് ടൂൾ ബാർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഇതെവിടെ സെറ്റ് ചെയ്ത് വെക്കാനാണ്. അപ്പോൾ ഇവിടെ കാണാം ടിക്ക് ചെയ്ത ഓരോ ഓപ്ഷൻസും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ന്യൂ ഉണ്ട്, അതുപോലെ സേവ്, അൺഡു, റീഡു, സ്റ്റാർട്ട് ഫ്രം ബിഗിനിങ് പറഞ്ഞ കുറച്ച് ഓപ്ഷൻസ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. ഇനി ഈ ലിസ്റ്റിൽ ഉള്ള ഓപ്ഷൻസ് കൂടാതെ നമുക്ക് വേറെ ഏതെങ്കിലും ഓപ്ഷൻ സെറ്റ് ചെയ്യണമെങ്കിൽ മോർ കമാൻഡ്സിൽ പോവാം. അപ്പോൾ ഇവിടെ ഈ കാണുന്നതൊക്കെ നമ്മുടെ ആ ഒരു ഓപ്ഷനിൽ വരുന്നതാണ്, ഈ ഒരു ലിസ്റ്റിൽ വരുന്നതാണ്. അപ്പോൾ ഇത് കൂടാതെ ഇനി എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ കട്ട് പറഞ്ഞൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ആഡ് ചെയ്യാനാണ്. അത് കഴിഞ്ഞിട്ട് ആഡ് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഈ ഇവിടെ കട്ട് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ഇവിടെ വരുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് അതിന് ഓക്കെ കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ കട്ടിൻ്റെ സിമ്പിൾ ഇവിടെ വന്നു.
ഇനി സപ്പോസ് നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ പോയിട്ട് ഇപ്പം ന്യൂ ആണെങ്കിൽ ഇതാണ് നമ്മൾ ന്യൂവിനെ ജസ്റ്റ് അൺചെക്ക് ചെയ്യാം. അപ്പോൾ അത് അവിടെ നിന്ന് പോകും. വീണ്ടും സേവിനെ ടിക്ക് കളയാം. അപ്പോൾ സേവ് പോയി. അതുപോലെ അൺഡു, റീഡു, സ്റ്റാർട്ട് ഫ്രം ബിഗിനിങ് ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. വീണ്ടും വേണമെങ്കിൽ ഇതിനകത്ത് തന്നെ പോയിട്ട് സ്റ്റാർട്ട് ഫ്രം ബിഗിനിങ് കൊടുക്കാം, അതുപോലെ ന്യൂ കൊടുക്കാം, സേവ് ഒക്കെ കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ഒരു മോർ കമാൻഡ്സിൽ പോയിട്ട് ആഡ് ചെയ്താണ് ഈ കട്ട് പറഞ്ഞ ഓപ്ഷൻ. അത് വന്നിട്ട് ഇതിൻ്റെ ലിസ്റ്റിൽ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അതെങ്ങനെ റിമൂവ് വെച്ചാൽ അതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റിമൂവ് ഫ്രം ക്വിക്ക് ആക്സസ് ടൂൾ ബാർ പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ അവിടെ നിന്ന് റിമൂവ് ആയി പോയിട്ടുണ്ടാവും. ഷെയറിംഗ് ഈസ് കെയറിംഗ്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളും കമ്പ്യൂട്ടർ സ്കിൽസിൽ അടിപൊളിയാവട്ടെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പവർ പോയിന്റ് വരുന്ന ബാക്ക് സ്റ്റേജ് വ്യൂവിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ബാക്ക് സ്റ്റേജ് വ്യൂവിൽ പോകാൻ വേണ്ടിയിട്ട് ഫയലിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഫയൽ ടാബിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു സെക്ഷൻ നമ്മൾ പവർ പോയിന്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ആ ഒരു പേജ് തന്നെയാണ് ഇത്. പക്ഷെ ഇതിനകത്ത് കുറച്ച് എക്സ്ട്രാ ഓപ്ഷൻസ് വരുന്നത് മാത്രം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ബാക്ക് സ്റ്റേജ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ന്യൂ പറഞ്ഞാൽ നമുക്ക് പുതിയതായിട്ട് ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഓപ്പൺ ചെയ്യാനാണ് ന്യൂ പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതാണോ വേണ്ടത് സെലക്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു പുതിയ പ്രസൻറ്റേഷൻ ആയിരിക്കും അവിടെ വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഓപ്പൺ ചെയ്തത്, ഇതിപ്പോൾ നമ്മൾ ന്യൂ കൊടുത്തിട്ട് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അത് ക്ലോസ് ചെയ്ത് കളയാം. അപ്പോൾ അതാണ് ന്യൂവിൻ്റെ പർപ്പസ്. പിന്നെ വരുന്നത് ഓപ്പൺ ആണ്. ഓപ്പൺ പറയുന്ന ഓപ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച എന്തെങ്കിലും പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്തെടുക്കാനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ഓപ്പൺ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഓപ്പണിൽ പോവാം. അതുപോലെ നമ്മുടെ ലൊക്കേഷൻ എവിടെയാണെങ്കിൽ സെർച്ച് ചെയ്തെടുക്കാം. ചിലപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇതിൽ കണ്ടില്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ലൊക്കേഷൻ സെർച്ച് ചെയ്യാം. ദിസ് PC-നകത്ത് ഡെസ്ക്ടോപ്പിലാണെങ്കിൽ ഡെസ്ക്ടോപ്പ് കൊടുക്കാം. ഡെസ്ക്ടോപ്പിൽ ഏതെങ്കിലും പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഉണ്ടോ ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു പേര് നമ്മുടെ ഫയൽ നെയിമിൻ്റെ അവിടെ വരും. എന്നിട്ട് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഓപ്പൺ ആയിട്ട് വന്നിരിക്കും. അപ്പോൾ ഇതായിരുന്നു ആ പ്രസൻറ്റേഷന്. അത് നമ്മൾ ഓപ്പൺ ആക്കി കൊണ്ടുവന്നു. ഇതാണ് ഓപ്പണിൻ്റെ പർപ്പസ്. നെക്സ്റ്റ് വരുന്ന ഓപ്ഷൻ പറയുന്നത് സേവ് ആണ്. അതായത് നമ്മുടെ പുതിയൊരു ഡോക്യുമെന്റ് സേവ് ചെയ്ത് വെക്കാനാണ് സേവ് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. സേവിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കും ഏത് ലൊക്കേഷനാണ് സേവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സെർച്ച് ചെയ്യുന്ന ലൊക്കേഷൻ ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ദിസ് PC-ന്ന് ഡെസ്ക്ടോപ്പ് എടുക്കുന്നുണ്ട്. അതിനകത്താണ് സേവ് ചെയ്യാൻ പോകുന്നത്. പ്രസൻറ്റേഷൻ 5.pptx സേവ് കൊടുക്കാം. അപ്പോൾ ഒരു പ്രസൻറ്റേഷൻ്റെ നെയിം മാറിയിട്ട് പ്രസൻറ്റേഷൻ 5.pptx പറഞ്ഞ പേരായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക. ഇതാണ് സേവിൻ്റെ യൂസ്. പിന്നെ വരുന്നത് സേവ് ആസ് ആണ്. അപ്പോൾ നമ്മളൊരു ഡോക്യുമെന്റ് സേവ് ചെയ്തു, പിന്നെ എന്തിനാണ് സേവ് ആസ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ വേറെ ഈ ഒരു പ്രസൻറ്റേഷൻ വേറൊരു ലൊക്കേഷനിൽ കൊണ്ട് സേവ് ചെയ്യണമെങ്കിലും ഈ ഒരു ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ പ്രസൻറ്റേഷൻ വന്നിട്ട് വീണ്ടും സേവ് ആസ് കൊടുക്കുന്ന സമയത്ത് പഴയ പ്രസൻറ്റേഷൻ അത് അവിടെ തന്നെ ഉണ്ടാവും. അതിൻ്റെ ഒരു കോപ്പി ആയിരിക്കും നമ്മൾ വേറൊരു ലൊക്കേഷനിൽ മൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് റീനെയിം ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്ന ഓപ്ഷനാണ് സേവ് ആസ് അഡോബ് PDF. അതായത് നമ്മളിപ്പോൾ സേവ് ചെയ്യുന്നത് .pptx പറഞ്ഞ ഫോർമാറ്റിലോട്ടാണ്. ആ ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ എപ്പോൾ സേവ് ചെയ്താലും അതിൻ്റെ എക്സ്റ്റൻഷൻ വരുന്നത് .pptx ആണ്. പക്ഷെ നമുക്ക് ഇതിനെ ചേഞ്ച് ചെയ്തിട്ട് PDF-ലോട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. അത് ഇതുപോലത്തെ ഉപകാരപ്രദമായ മറ്റു വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്ക് പ്രചോദനമാകും. നെക്സ്റ്റ് വരുന്ന ഓപ്ഷനാണ് പ്രിന്റ് ഓപ്ഷൻ. നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രസൻറ്റേഷൻ പ്രിന്റ് എടുക്കാനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ എത്ര കോപ്പി വേണോ അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഏത് പ്രിൻ്ററായിട്ടാണോ കണക്ട് ചെയ്തിരിക്കുന്നത് അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ എൻ്റയർ പ്രസൻറ്റേഷൻ പ്രിന്റ് ചെയ്യണമെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രിന്റ് ഓൾ സ്ലൈഡ്സ് ഉണ്ട്. അതായത് എല്ലാ സ്ലൈഡ്സും പ്രിന്റ് ചെയ്യാം. അതുപോലെ നമ്മൾ സെലക്ട് ചെയ്ത സ്ലൈഡ്സ് മാത്രം പ്രിന്റ് ചെയ്യാം. അതുപോലെ നമ്മളിപ്പോൾ കറൻ്റായിട്ട് നിൽക്കുന്ന സ്ലൈഡ് മാത്രം പ്രിന്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് പേജ് നമ്പർ വൈസ് സ്ലൈഡ് നമ്പർ വൈസ് ഇട്ടും അത് കൊടുത്തിട്ടും ഇവിടെ
സ്ലൈഡുകൾ പ്രിന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പേജ് നമ്പർ വൈസ് കൊടുക്കുകയാണെങ്കിൽ, കസ്റ്റം റേഞ്ച് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഏതൊക്കെ സ്ലൈഡ് വേണോ അതിൻ്റെ സ്ലൈഡ് നമ്പേഴ്സാണ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ വരുന്നത് ഫുൾ പേജ് സ്ലൈഡ്സ് ആണോ അതോ നോട്ട് പേജസ് ആണോ, ഔട്ട്ലൈൻ ആണോ, കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ കളറ് ഗ്രേ സ്കെയിൽ വേണോ, ബ്ലൂ ഓർ ബ്ലാക്ക് വേണോ, അതോ ഏത് കളറാണ് വേണ്ടിയിട്ട് അത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രിന്റിൽ വരുന്നത്. അത് പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിങ്സിനനുസരിച്ച് അത് പ്രിന്റ് ചെയ്ത് വരുന്നതായിരിക്കും. പിന്നെ വരുന്ന ഓപ്ഷൻ ഷെയർ ഓപ്ഷനാണ്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രസൻറ്റേഷൻ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൊലീഗ്സ് ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതുപോലുള്ള മറ്റു ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നെക്സ്റ്റ് വരുന്ന ഓപ്ഷൻ വന്നിട്ട് എക്സ്പോർട്ട് പറഞ്ഞൊരു ഓപ്ഷൻ. എക്സ്പോർട്ട് പറഞ്ഞാൽ നമ്മളുടെ പവർപോയിന്റ് പ്രസൻറ്റേഷൻ വേറൊരു ഫോർമാറ്റിലോട്ട് എക്സ്പോർട്ട് ചെയ്യാനാണ് ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി PDF-ലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഇത് തന്നെയാണ് എക്സ്പോർട്ടിനകത്തും വരുന്നത്. അപ്പോൾ എക്സ്പോർട്ട് സെലക്ട് ചെയ്തതിന് കാണാം ക്രിയേറ്റ് അഡോബ് PDF ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാം. അതുപോലെ XPS ഡോക്യുമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വീഡിയോ ആയിട്ടൊക്കെ നമുക്ക് ഇതിനകത്ത് കൺവേർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ വരുന്ന ഓപ്ഷനാണ് ഓപ്ഷൻസ് പറയുന്നൊരു ഓപ്ഷൻ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ച് സെറ്റിങ്സ് ആണ് കൊടുക്കുന്നത്. അത് ജനറൽ സെറ്റിങ്സ്, അതുപോലെ പ്രൂഫിംഗ് സെറ്റിങ്സ്, സേവ് ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ട സെറ്റിങ്സ്. സേവ് ചെയ്യുന്ന കൊടുക്കുന്ന സമയത്ത് നമ്മൾ എങ്ങോട്ടാണോ അത് ഡീഫോൾട്ടായിട്ട് സേവ് ചെയ്യേണ്ടത് ആ ഒരു ലൊക്കേഷൻ നമുക്ക് സേവ് ചെയ്ത് കൊടുക്കാം. ബൈ ഡീഫോൾട്ട് കമ്പ്യൂട്ടറിലാട്ടും ബൈ ഡീഫോൾട്ടായിട്ട് ഇവിടെ സേവ് ആവുന്നത്. അതുകൂടാതെ നമുക്ക് ഒരു ഫയൽ ലൊക്കേഷൻ ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ സേവ് ചെയ്താൽ ആ സെറ്റിങ്സ് അവിടെ എനേബിൾ ആയിട്ടുണ്ടാവും. അതാണ് ഓപ്ഷൻസിൽ വരുന്നത്. പിന്നെ അക്കൗണ്ട് പറയുന്നത് നമ്മൾ യൂസറിൻ്റെ ഇൻഫർമേഷൻസിനെ കുറിച്ചിട്ടാണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഇൻഫർമേഷനും ഇതിനകത്ത് കാണാൻ കഴിയും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു പവർ പോയിന്റിൽ വരുന്ന ബാക്ക് സ്റ്റേജ് വ്യൂവിൽ വരുന്ന ഓപ്ഷൻസ്. നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രസൻറ്റേഷൻസുകൾ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് പിൻ ചെയ്ത് വെക്കാൻ പറ്റും. അതെങ്ങനെ ചെയ്യാമെന്ന് ഇപ്പോൾ നോക്കാം. ഇപ്പോൾ ഇവിടെ മെയിൽ വെർജ് പറഞ്ഞിട്ടൊരു പ്രസൻറ്റേഷൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിവിടെ പിൻ ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഒരു പ്രസൻറ്റേഷൻ്റെ മേലെ ഒന്ന് ഹോവർ ചെയ്താൽ മതി. അപ്പോൾ ഹോവർ ചെയ്യുന്ന സമയത്ത് ഒരു പിൻ സിമ്പിൾ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രസൻറ്റേഷൻ അവിടെ പിന്നായി നിൽക്കും. ഇനി നമ്മൾ എത്ര മൂവ് ചെയ്താലും, ഇപ്പോൾ നമ്മൾ എത്ര ഫയൽസ് എടുത്താലും നമുക്ക് പിൻ ചെയ്തത് മേലോട്ട് നിൽക്കുന്നത് കാണാം. അപ്പോൾ ഇതാണ് പിന്നിൻ്റെ പർപ്പസ്. നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രസൻറ്റേഷൻസ് പെട്ടെന്ന് ആക്സസ് ചെയ്യാനാണ് നമ്മളത് പിൻ ചെയ്ത് വെക്കുന്നത്. നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്കിൽസ് കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ഇന്ന് തന്നെ എൻറോൾ ചെയ്യൂ. വിദഗ്ധരായ അധ്യാപകർ, മോഡേൺ ഫെസിലിറ്റീസ്, സൗകര്യപ്രദമായ ലൊക്കേഷൻ, മാന്യമായ ഫീസ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് സർട്ടിഫിക്കേഷൻ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു സമ്മറിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു പവർ പോയിന്റിൻ്റെ ഇൻട്രൊഡക്ഷനാണ് പഠിച്ചത്. അത് പവർ പോയിന്റ് വന്നിട്ട് ഒരു സ്ലൈഡ് ബേസ്ഡ് പ്രസൻറ്റേഷൻ ആണ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻ്റർഫേസിൽ വരുന്ന റിബൺ, അതുപോലെ തന്നെ ടെൽമി സെർച്ച് ബാർ, ക്വിക്ക് ആക്സസ് ടൂൾ ബാറിനെ കുറിച്ചിട്ടൊക്കെയാണ് പഠിച്ചത്. പിന്നെ നമ്മൾ ടെംപ്ലേറ്റ്സിനെ കുറിച്ച് പഠിച്ചു. ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ടെംപ്ലേറ്റ്സ് അല്ലെങ്കിൽ തീംസിനെ അതെങ്ങനെ യൂസ് ചെയ്യാമെന്ന് പഠിച്ചു. പിന്നെ ബാക്ക് സ്റ്റേജ് വ്യൂവിൽ വരുന്ന ഓരോ ഓപ്ഷൻസിനെ പഠിച്ചു. അതിനകത്ത് ഫയൽ എങ്ങനെ സേവ് ചെയ്യാം, അതെങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം, ഷെയർ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്.